കേരളത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതിയിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന കാവുകൾ ഒരു നാടിന്റെ പൈതൃകത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകങ്ങളാണ്. ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരി കോട്ടുപറ്റ വിശ്വകർമ്മ ആശാരിക്കാവ് നാഗത്താൻ പാട്ടുത്സവ വേളയിലാണ്. ഇവിടുത്തെ ചടങ്ങുകളും വിശേഷങ്ങളും നേരിട്ടറിയാം. Poppies full of love. ആചാരപരമായ ആവശ്യങ്ങളാൽ ജനങ്ങൾ സംരക്ഷിച്ചു പോരുന്ന കാടിന്റെ ലഘുരൂപങ്ങളാണ് ഓരോ കാവുകളും. നാഗങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരം ചടങ്ങുകൾ നാഗക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും വീട്ടുമുറ്റത്തും നടത്താറുള്ളത്. ഞങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ രംഗത്ത് വരുന്നല്ലേ ഉള്ളൂ, 76 വർഷം. അപ്പോൾ ഇതിൻ്റെ പഴക്കം എത്രയെന്ന് പറയാൻ പറയും. അഷ്ടനാഗങ്ങളെ ഒരു കോട്ടയാണത് പറയുക. അഷ്ടനാഗങ്ങൾ, 8 നാഗങ്ങൾ. ഈ 8 നാഗങ്ങളിൽ താന്ത്രിക വിധിപ്രകാരം അനന്തോ വാസുകി ശേഷ പത്മനാഭശ കമ്പല ധൃതരാഷ്ട്ര ശംഖുപാല തക്ഷക കാളിയ സദ, അങ്ങനെ അവർ പറയും. ഞങ്ങളിപ്പോൾ എൻ്റെ ദൈവമേ മറ്റൊന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അഞ്ഞമണിനാഗം, മണിനാഗം, കുഴിനാഗം, പറനാഗം, തൊടിനാഗം, ഇങ്ങനെ ശംഖുനാഗം, കരിനാഗം, ഇങ്ങനെ 8 നാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 8 നാഗത്തിന് 8 കളം പാട്ടുകളാണ് വയ്ക്കുക. അത് ഒരു ദിവസം 2 കളം, അങ്ങനെ 4 ദിവസം. 5-ാമത്തെ ദിവസം ഭൂതക്കളം ഇടിച്ചു പിടിക്കുക, സമർപ്പണം എന്ന് പറയും. അത് 5-ാമത്തെ ദിവസമാണ് ചെയ്യുക. പിന്നെ പല കാര്യങ്ങളും ഇവിടുന്ന് ഓരോരുത്തർ സാധിച്ചതിൻ്റെ പേരിൽ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ഇതൊക്കെ 99% വഴിപാടുകളുമായി തന്നെയാണ് വരുന്നത്. നമ്മൾ പിന്നെ ഈ തറവാട്ടിൽ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മെയിൻ പ്രശ്നം വരുന്നത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അങ്ങനെയാണ് വരുന്നത്. അതിപ്പോൾ ഈ പ്രാവശ്യം 7 എണ്ണം ഉണ്ട് അങ്ങനത്തെ. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഈ മണിപ്പന്തലിന് നടുവിലായി സർപ്പത്തിന്റെ കളമെഴുതിയാണ് ഈ കലാരൂപം നടത്തിവരുന്നത്. മണിപ്പന്തൽ ഭംഗി വരുത്തിയ ശേഷം കുരുത്തോലയും 4 ഭാഗത്തായി തൂക്കുവിളക്കും മറ്റു വിളക്കുകളും വെച്ചാണ് കളം വരയ്ക്കാൻ ആരംഭിക്കുക. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ചുവപ്പ് പൊടി, ഉമി കരിച്ചുണ്ടാക്കുന്ന ഉമിക്കരി, മഞ്ചാടി ഇലകൾ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി എന്നീ പഞ്ചവർണ്ണപ്പൊടി ഉപയോഗിച്ച് നാഗങ്ങളുടെ രൂപം കളത്തിൽ വരയ്ക്കുന്നു. പുള്ളുവ ദമ്പതികളുടെ പാട്ടിനും വാദ്യോപകരണ സംഗീതത്തിനുമൊത്ത് സദസ്യരായ കുടുംബക്കാരുടെ ശരീരത്തിൽ സർപ്പദൈവങ്ങൾ പ്രവേശിക്കുകയും അവർ കളത്തിൽ ഉറഞ്ഞാടുകയും കളം മായ്ക്കുകയും ചെയ്യുന്നു. ദിവസം ഭൂതക്കളം, അത് പകലായിരിക്കും, വൈകുന്നേരത്തോടു കൂടി സമാപിക്കും. തറവാട് കളത്തോടെ ആരംഭം കുറിച്ച നാഗത്താൻ പാട്ടുത്സവം ഭൂതക്കളം, ഇടിച്ചു കുടിവെക്കൽ എന്നീ ചടങ്ങുകളോടെയാണ് സമാപിക്കുന്നത്. ഇത്തരം കാവുകളും ആചാരങ്ങളും എക്കാലത്തും കൗതുകമുണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ക്യാമറാമാൻ സനു അരീക്കറിനൊപ്പം മഞ്ചേരി.